പ്രവർത്തകർ പോലീസിനെതിരെ അല്ലെങ്കിൽ ആക്രോശത്തോടു കൂടി പ്രതികരിക്കുകയാണ്. ഒരു മര്യാദ വേണ്ടേ? ഒരു മാന്യമായ സമരം നടത്തുമ്പോ അത് തലക്കടിക്കാണ് പോലീസ് ചെയ്യണ്ടേ? എന്ത് പ്രകോപനം ഞങ്ങളുടെ ഭാഗത്തുണ്ടായിരുന്നേ? പറ, സിഐ പറ, എന്താ പ്രകോപനം ഉണ്ടായിരുന്നേ? എന്ത് പ്രകോപനം ഉണ്ടായിരുന്നേ? ആരക്രമിച്ചു നിങ്ങളെ? ആർക്കാ പരിക്ക് പറ്റിയേ? വെറുതെ നിങ്ങൾ പറയുന്നതല്ലേ? ആരും നിങ്ങൾ ആക്രമിച്ചിട്ടില്ല. അടിച്ചാൽ ഞങ്ങൾ നടക്കൊന്നുമില്ല. ആരാക്രമിച്ചു? പരിക്കോടുകൂടി വീണ്ടും പോലീസും പ്രവർത്തകരും തമ്മിൽ വീണ്ടും പ്രവർത്തകരും പോലീസും തമ്മിൽ ലാത്തിച്ചാർജ് ഉണ്ടാവുകയാണ്. പ്രവർത്തകരും പോലീസും തമ്മിൽ ലാത്തിച്ചാർജ് ഉണ്ടാവുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചും സംഘർഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ 2-3 തവണ തുടർച്ചയായ രീതിയിൽ ലാത്തിച്ചാർജ് ഉണ്ടാവുകയാണ്. ചോരവാർന്നൊഴുകിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികളുടെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ പരിക്കേറ്റിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള സംഘർഷം മൻസൂർ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം വീണ്ടും വലിയ സംഘർഷത്തിലേക്ക് പോകുന്നു. നേരത്തെ നടന്ന മാർച്ചിന് സമാനമായ രീതിയിൽ തന്നെ ഇവിടെ നടത്തിയ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികൾക്ക് പരിക്കേറ്റിരിക്കുന്നു. പോലീസ് അനാവശ്യമായി പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് ഈ പ്രവർത്തകർക്കെതിരെ തിരിയുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ആ പെൺകുട്ടിയുടെ അവസ്ഥ എന്താ? അതല്ലേ പറയണത്. വാർഡൻ അറസ്റ്റ് ചെയ്തോ? ഇല്ലല്ലോ. ആദ്യം പോയി വാർഡൻ അറസ്റ്റ് ചെയ്യും. വാർഡൻ അറസ്റ്റ് ചെയ്യും. നിങ്ങൾ ആരെയായി പഠിപ്പിക്കാൻ വരുന്നത്? നിങ്ങൾ വാർഡൻ അറസ്റ്റ് ചെയ്യും. അങ്ങനെയൊന്നും പോവില്ല. അങ്ങനെയൊന്നും പോവില്ല. നിങ്ങൾ മാനേജ്മെന്റ് സെക്യൂരിറ്റി പണിയെടുക്ക്. നിങ്ങൾ മാനേജ്മെന്റ് സെക്യൂരിറ്റി പണിയെടുക്ക്. അത് നമുക്കറിയാമുണ്ടോ? നിങ്ങൾ കൊണ്ടോട്ടാ. അത് നമുക്കറിയാം കൊണ്ടുപോവാൻ. നിങ്ങൾ കൊണ്ടോട്ടാ. നമ്മ പറയാൻ കൊണ്ടുപോവാൻ. ഞാൻ ഇവിടെ സമരം ചെയ്യാൻ പാടില്ലേ? അടിക്കാൻ ഉത്തരവിട്ട സിഐ ഓർത്തോ? ഇത് അധികം കാലം പിണറായി ഭരിക്കൂല. മൻസൂർ ആശുപത്രിയിലേക്ക് നടത്തിയിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചും സംഘർഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പോലീസ് 3 തവണയാണ് പ്രവർത്തകർക്ക് നേരെ ലാത്തി ഉപയോഗിച്ചത്. മാർച്ച് തുടങ്ങി. മാർച്ച് പോലീസിന്റെ ഈ ആശുപത്രിയുടെ പ്രവേശന കവാടത്തിൽ പോലീസ് തടഞ്ഞതോടുകൂടി തന്നെ പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഒക്കെ ഉണ്ടായിരുന്നു.